അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശിഫാഉൽ അയ്യി അസ്സുആൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ചെറിയൊരു വചനമാണ്. ശിഫാഉൽ അയ്യി, അറിവില്ലായ്മ എന്ന രോഗത്തിൻ്റെ മരുന്ന്, അസ്സുആലു, ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അറിവില്ലായ്മ എന്നത് രോഗമായും അതിനുള്ള മരുന്നായി കൊണ്ട് പറയുന്നത് ചോദിച്ച് മനസ്സിലാക്കുക എന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് പറയാനൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരിക്കൽ സഹാബത്തൊരു യാത്ര പോയി. ഒരു സഹാബിയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി. ഈ സഹാബിക്കാണെങ്കിൽ വലിയ അശുദ്ധിക്കാരനായി കുളിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. മറ്റു സഹാബികളോട് ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സത്തുൻ ഫി തയമ്മുമി, ഞാൻ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മതിയോ? എൻ്റെ തലയിൽ ആഴത്തിലുള്ള മുറിവാണല്ലോ. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ലം നജിദുലക റുഖ്സ, അങ്ങേക്കൊരു ഇളവും ഞങ്ങൾ കാണുന്നില്ല, വെള്ളം ഉപയോഗിക്കാതിരിക്കാനുള്ള ഇളവ് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ സഹാബി വെള്ളം ഉപയോഗിച്ച് കുളിച്ചു. അടുത്ത ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖതലൂഹു ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞല്ലോ. ആ മനുഷ്യന് തയമ്മം ചെയ്താൽ മതിയായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാണ് അറിവില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. എന്നിട്ട് അപ്പോഴാണ് പറഞ്ഞത്, ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മ എന്നതൊരു രോഗമാണ്. അത് വന്നാൽ എന്ത് ചെയ്യുക? നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് ആ രോഗത്തിനുള്ള മരുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അറിയാത്ത കാര്യം, കൃത്യമായി ധാരണയില്ലാത്തൊരു കാര്യത്തിൽ നാം ഒരിക്കലും ഇടപെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പലപ്പോഴും നമ്മളുടെ സ്വയം ചികിത്സകളും വിവരമില്ലാത്തവരുടെ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവന് തന്നെ ഹാനിയാകുന്ന കാര്യമാണ്. വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരമുള്ള ഇൽമുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഇൽമുകളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.